യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ, മനുഷ്യജീവിതത്തിൻ്റെ അത്യാവശ്യ ഘടകമാണ് ഭക്ഷണം. അപ്പം നൽകുന്നവനാണ് അപ്പൻ എന്ന് സാധാരണ പറയാറുണ്ട്. നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം എന്നതാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യമായി കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് കുടുംബത്തിൽ അപ്പൻ്റെ റോൾ അധ്വാനിച്ച് കുടുംബത്തെ പോറ്റുന്നതായി മാറുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തന്നെ അനുഗമിച്ച ജനത്തിന് അപ്പം നൽകി തൃപ്തരാക്കുന്ന ഭാഗമാണ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്നത്. ജനങ്ങളുടെ മേൽ അനുകമ്പ തോന്നിയ യേശു അവർക്ക് അപ്പം വർദ്ധിപ്പിച്ച് നൽകുകയാണ്. 5 അപ്പം കൊണ്ട് 5000 പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പത്തെ യേശു ആശീർവദിച്ച് കൊടുത്തപ്പോൾ അത് 5000 പേരെ ഭക്ഷിച്ച് തൃപ്തരാക്കി മിച്ചം വരുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ്. എല്ലാ സുവിശേഷത്തിലും അവതരിപ്പിക്കുന്ന വചനഭാഗമാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം. എന്നാൽ യോഹന്നാൻ സുവിശേഷകൻ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗം അവതരിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ മന്നയുടെയും യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായ നിത്യജീവൻ്റെ അപ്പത്തോടും ബന്ധപ്പെടുത്തിയാണ്. ഞാനാണ് ജീവൻ്റെ അപ്പമെന്നും എന്നെ ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്നുള്ള മനുഷ്യന് ഗ്രഹിക്കാൻ സാധ്യമല്ലാത്ത സത്യങ്ങളുമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. എന്നാൽ സഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന മത്തായിയുടെ വിശുദ്ധ സുവിശേഷ ഭാഗം യേശു പ്രവർത്തിക്കുന്ന മറ്റ് അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് 3 പ്രത്യേകതകൾ കാണുവാൻ സാധിക്കും. ഒന്ന്, യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. തന്നെ അന്വേഷിച്ചു വന്ന ജനത്തിൻ്റെ അവസ്ഥ കണ്ട് യേശുവിന് അവരോട് അനുകമ്പ തോന്നുകയാണ്. യേശു മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഈ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരാണ്, അതിനാൽ എനിക്ക് ഇവരോട് അനുകമ്പ തോന്നുന്നു എന്ന്. ഇന്ന് നമുക്കും ആവശ്യമായിരിക്കുന്നത് ഈ അനുകമ്പയാണ്. നാം ഇന്ന് കേൾക്കുന്നതും കാണുന്നതുമെല്ലാം അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ്. തിന്മയുടെയും അന്ധകാര ശക്തികളുടെയും എല്ലാം സംഹാര താണ്ഡവമാണ് എവിടെയും. അതിൻ്റെ നടുവിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരോട് അനുകമ്പ തോന്നുന്ന മനോഭാവമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. 2, അവരുടെ കൂടെ ഉണ്ടായിരുന്ന രോഗികളെ യേശു സുഖപ്പെടുത്തുകയാണ്. യേശു വഞ്ചിയിൽ കയറി വിജനസ്ഥലത്തേക്ക് പോയതറിഞ്ഞ് ജനം കരയിലൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അവരുടെ ഇടയിൽ രോഗികളും പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉള്ളവരുമുണ്ടായിരുന്നു. യേശു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ്റെ അടുക്കലെത്തിയാൽ താൻ സുഖം പ്രാപിക്കും എന്ന ചിന്തയാണ് അവരെ യേശുവിൻ്റെ പക്കലേക്ക് നയിക്കുന്നത്. ആരെയും നിരാശരാക്കാതെ എല്ലാവർക്കും യേശു സൗഖ്യം നൽകുകയാണ്. ഇന്ന് യേശു നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. ഓരോരോ ആവശ്യങ്ങളുമായി നമ്മളുടെ മുമ്പിൽ ആളുകൾ സമീപിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ നമ്മൾ കഴിയുന്ന സഹായം അവർക്ക് നൽകുമ്പോൾ നിന്റെ മനോഭാവവും യേശുവിൻ്റെ മനോഭാവത്തിന് തുല്യമാകും. അവസാനമായി അപ്പം ആശീർവദിച്ച് നൽകുമ്പോഴാണ് തൃപ്തി ഉണ്ടാകുന്നത്. അവരുടെ പക്കലുണ്ടായിരുന്ന 5 അപ്പം ആ പുരുഷാരത്തിന് ഒട്ടും തികയുകയില്ലായിരുന്നു. എന്നാൽ യേശു ആ 5 അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ചപ്പോൾ അതെല്ലാവരെയും തൃപ്തിപ്പെടുത്തുകയും മിച്ചം വരുത്തുകയും ചെയ്തു. ആശീർവദിച്ച അപ്പത്തിൻ്റെ മുമ്പിൽ എണ്ണത്തിന് സ്ഥാനമില്ലായിരുന്നു. അത് കൊടുക്കും തോറും വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം തൻ്റെ ശരീരത്തെയാണ് യേശു ഇവിടെ പ്രതീകാത്മകമായി നൽകുന്നത്. ഇത് നാം കൂടുതൽ മനസ്സിലാക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷത്തിലാണ്.
എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കും എന്ന് യേശു അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്ന യേശുവാകുന്ന അപ്പത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് നാം ഇവിടെ കാണുന്നത്. ഇന്ന് നാം നൽകുന്ന അപ്പവും ആശീർവദിച്ച് നൽകുവാൻ ശ്രമിക്കണം. നമ്മളുടെ സേവനവും സഹായവുമെല്ലാം ദൈവനാമത്തിൽ ആശീർവദിച്ച് നൽകുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് സംതൃപ്തി നൽകുന്നത്. അത് എത്ര ചെറുതാണെങ്കിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാനും മിച്ചം വരുത്തുവാനും സാധിക്കുന്നത്. ഈ മനോഭാവത്തോടെ നമ്മുടെ സഹായങ്ങളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും നമുക്ക് ക്രമപ്പെടുത്താം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.